Dear students, Kerala Engineering Entrance Examile Atoms, Nuclei എന്നീ ചാപ്റ്ററുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അറൗണ്ട് 3 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. 100% മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കോറബിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണ് മോഡേൺ ഫിസിക്സിലെ ആറ്റംസ്, ന്യൂക്ലിയൈ. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ലുക്ക്, the number of alpha particles emitted during the radioactive decay chain from Ra, its atomic number 88, mass number 226 and the ending at lead 88206. സാധാരണ നമുക്ക് മാസ് നമ്പറിനോ ആറ്റമിക് നമ്പറിനോ വ്യത്യാസപ്പെടുന്നത് ആൽഫ ഡികെയിലും അതോടൊപ്പം ബീറ്റ ഡികെയിലുമാണ്. നമുക്കറിയാം ആൽഫ ഡികെക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക. ആൽഫ ഡികെ സംഭവിക്കുന്ന സമയത്ത് അതിലെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഈസ് ഡിക്രീസസ് ബൈ 4 എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ ദാറ്റ് ആറ്റമിക് നമ്പർ ഈസ് ഡിക്രീസസ് ബൈ S2. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബീറ്റ ഡിക്ക് സംഭവിക്കുമ്പോൾ ആറ്റമിക് നമ്പർ റിമൈൻസ് സെയിം ആണെന്നും അതോടൊപ്പം നമ്മുടെ മാസ് നമ്പർ റിമൈൻസ് സെയിം, ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് ഈസ് ഇൻക്രീസസ് ബൈ 1 ആണെന്നും നമുക്കറിയാം. അത് ബേസ് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മുടെ മാസ് നമ്പറിനുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ആൽഫ ഡികെ കൊണ്ട് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ എന്തുമാത്രം മാസ് നമ്പർ വ്യത്യാസപ്പെട്ടു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാൽ ഇറ്റ് ഈസ് 226 മൈനസ് 206 എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി വി കൻ സേ 20. Therefore, the number of alpha particle emitted is equal to that change in mass number division by 4. So that is equal to 20 by 4. We get the answer as is equal to 5. That means A is the answer for the first question. We can move with the question number 2. The shortest wavelength of Pascal series in hydrogen spectrum is 8182 angstrom. The first member of the Pascal series is nearly. So ആദ്യത്തെ സെന്റൻസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് the shortest wavelength of Pascal series എന്നാണ്. അപ്പോൾ നമ്മുടെ വേവ് നമ്പറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. 1/λ1 എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഇൻറ്റു 1/n1² മൈനസ് 1/n2². അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഫസ്റ്റ് കേസ് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ പറയുന്നത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കറസ്പോണ്ട്സ് ടു ദാറ്റ് പാസ്കൽസ് സീരീസ്. പാസ്കൽ സീരീസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ n1 എന്ന് പറയുന്നത് നമുക്കറിയാം 3ഉം ദെൻ ദ ഫൈനൽ 1 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് പുട്ട് ചെയ്യുമ്പോൾ 1/λ1 എന്ന് പറയുന്നത് r ഇൻറ്റു 1/n1². n1 എന്ന് പറയുന്നത് 3 ആണ്. സോ 3² minus 1/∞². So this value becomes 0. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് r-ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 9 by the corresponding shortest wavelength is given by 8182 angstrom. ഇതാണ് നമുക്ക് ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അത് ബേസ് ചെയ്തിട്ട് we can move with the second one. ഫസ്റ്റ് മെമ്പർ ഓഫ് ദ പാസ്കൽ സീരീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് ഓർക്കുക എന്താണ് നമ്മുടെ n1 ആൻഡ് എന്താണ് നമ്മുടെ n2. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ടത് ഫസ്റ്റ് മെമ്പർ എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ n1 എന്ന് പറയുന്നത് എക്സാക്ട്ലി 3 തന്നെയാണ്. ബട്ട് n2 എന്ന് പറയുന്നത് 4 ആയിട്ട് മാറുന്നു. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get as 1/n1 as 3² as 9 minus n2 as 4² as a 16. So that is a strategy.
So that is equal to R into that 16 minus 9, the division by 9 into 16. ഇതാണ് നമ്മുടെ 1 by lambda 2 എന്ന് പറയാം. സോ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ എടുത്താൽ R into that 16 minus 9 as 7 by 9 into 60. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെമ്പർ ഓഫ് ദ പാസ്കൽ സീരീസ്. അപ്പോൾ ലാംഡ 2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ലാംഡ 2 is equal to 9 into 16, that division by 7 into R. What is the value for R? R എന്ന് പറയുന്നത് നമുക്കറിയാം 9 division by 8182 ആംസ്ട്രോം. സോ അത് നമുക്ക് calculate ചെയ്താൽ we get the value as 18700, that much Armstrong. So we get the answer as D choice as the answer. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ചില കാൽക്കുലേഷൻസ് വരുന്നു എന്ന് മാത്രം. നമ്പർ 3 വീണ്ടും 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. A nucleus initially at rest breaks up into 2 nuclear fragments with their radii in the ratio 2:1. Then their velocities will be in the ratio. നമുക്കറിയാം ഇവിടെ ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ബ്രേക്കിംഗ് ഇറ്റ് അറ്റൈൻസ് എനർജി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റാണ് മൊമെന്റം കൺസർവേഷൻ. മൊമെന്റം കൺസർവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ P before should equal to P after. That is a very important one. അപ്പോൾ ബിഫോർ എന്ന് പറയുമ്പോൾ അത് 0 ആണ് അല്ലേ. ഇപ്പോൾ രണ്ട് കേസസ് നമുക്ക് എങ്ങനെ എഴുതാം? M1 V1 പ്ലസ് M2 V2. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്തെഴുതാൻ പറ്റും? M1 V1 എന്ന് പറയുന്നത് M2 V2 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റിയുടെ റേഷ്യോ അല്ലേ, V1 by V2 അല്ലേ. V1 by V2 എന്ന് പറയുന്നത് M2 by M1 ആയിട്ടല്ലേ കിട്ടുന്നേ. പക്ഷെ ഇവിടെ റേഡിയയുമായിട്ട് ഉള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവിഷൻ ബൈ വോളിയം അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയലിന് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് എടുത്താൽ മാസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നൊരു ഓപ്ഷൻ കിട്ടില്ലേ. സോ അങ്ങനെയാണെങ്കിൽ M2 എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു R2 ക്യൂബായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയും M1 എന്ന് പറയുന്നത് R1 ക്യൂബുമായിട്ട് നമ്മൾ എഴുതുകയും ചെയ്താൽ R2 by R1 ദ ഹോൾ ക്യൂബ് എന്ന് നമുക്ക് കിട്ടിയില്ലേ. R1 by R2 2:1 ആണെങ്കിൽ R2 by R1 എന്ന് പറയുന്നത് നമുക്ക് 1/2 ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ. സോ we get the answer as 1/8. That means C is the answer. Number 4. അപ്പോൾ 2020 നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് ആറ്റംസ് ന്യൂക്ലിയൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ 4th ക്വസ്റ്റ്യൻ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബട്ട് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. The ratio of energy released by a 4 kilogram of hydrogen at sun by fusion process to 23.5 kilogram of uranium-235 in the nuclear reactor by fission processes. അപ്പോൾ ഇവിടെ പറയുന്നത് assumed the energy released per fusion ആയിട്ട് അവർ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 26 മെഗാ ഇലക്ട്രോൺ വോൾട്ടും അതോടൊപ്പം തന്നെ പെർ ഫിഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ there is 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഫ്യൂഷനാണ്, രണ്ടാമത്തത് ഫിഷനാണ്. അവയുടെ തമ്മിലുള്ള എനർജി നമുക്കിതിനെ E1 എന്ന് പറയാം ഇൻ ടോട്ടൽ, ഇവിടുത്തത് E2 എന്ന് പറയാം. അവയുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം E1 എങ്ങനെ കണ്ടുപിടിക്കും? ഫ്യൂഷൻ പ്രോസസ്സിൽ. അപ്പൊ ഇവിടെ നമുക്കറിയാനുള്ള കേസ് ഹൈഡ്രജന്റെ ഒരുമിച്ച് ചേർന്നിട്ട് 4 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ പ്രോസസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം അറിയാം, 1 ഗ്രാം ഓഫ് ഹൈഡ്രജൻ അതിൽ എത്രമാത്രം നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ
4 കിലോഗ്രാം ഓഫ് ഹൈഡ്രജനിൽ എന്തുമാത്രം ആറ്റംസ് ഉണ്ട്? 1 ഗ്രാമിലല്ലേ ദിസ് മച്ച്. അങ്ങനെ വരുമ്പോൾ 4 കിലോഗ്രാമിൽ എത്രയാണ്? 4 into 10 to the power of 3 into 6.023 into 10 to the power of 23 atoms. നമുക്കറിയാവുന്ന കേസാണ് 4 ഹൈഡ്രജൻ ആറ്റംസ് ഫ്യൂസ്ഡ് ടുഗദർ ഫോമിങ് ഒരു ഹീലിയം ആറ്റമായിട്ട് മാറുകയാണ് അല്ലേ. സോ ആ ഒരു പ്രോസസ്സിൽ 4 കിലോഗ്രാമിൽ നിന്ന് ഹൗ മച്ച് നമ്പർ ഓഫ് ഹീലിയം അയോണുകൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 10 to the power of 3 into 6.023 into 10 to the power of 23, that division by 4. ഇവിടെ പറയുന്നത് പെർ ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് അവിടെ പെർ ഫ്യൂഷനിൽ റിലീസ് ചെയ്യുന്ന എനർജി 26 ആണെങ്കിൽ നമ്മുടെ ഇതിൽ ടോട്ടലായിട്ട് നമുക്ക് എന്തുമാത്രം എനർജി റിലീസ്ഡ് ആവും? സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ടു ബി ഈസ് ഈക്വൽ ടു 4 into 10 to the power of 3 into 6.023 into 10 to the power of 23, that division by 4 into നമ്മളുടെ 26 മെഗാ വാല്യൂ. സോ ദിസ് മച്ച് എമൗണ്ട് ഓഫ് എനർജി ആണ് റിലീസ് ചെയ്യുന്നത് പെർ ഫ്യൂഷൻ എന്നുള്ള കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഫിഷൻ കൺസെപ്റ്റിൽ എന്തുമാത്രം എനർജിയാണ് നമുക്ക് റിലീസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന കൺസെപ്റ്റ് 23 കിലോഗ്രാം ഓഫ് യുറേനിയം. പക്ഷെ നമുക്കറിയാം 235 ഗ്രാം ഓഫ് യുറേനിയത്തിൽ ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം യുറേനിയത്തിൽ എന്തുമാത്രം നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? So that is, we can find it to be 10 to the power of 23 division by 235. അപ്പോൾ 1 കിലോഗ്രാം ഓഫ് യുറേനിയം എടുക്കുമ്പോൾ എത്ര മാത്രം ഉണ്ട് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഇൻറ്റു 10, 1 ഗ്രാമിനാണത്. അപ്പോൾ 10 to the power of 3 into 6.023 into 10 to the power of 23, the division by 235. പക്ഷെ നമുക്ക് വേണ്ടത് 23.5 കിലോഗ്രാം ആണ് അല്ലെ. അപ്പോൾ 23.5 കിലോഗ്രാം ഓഫ് യുറേനിയത്തിൽ എന്തുമാത്രം ഉണ്ടാവും? സോ വി ജസ്റ്റ് മൾട്ടിപ്ലൈ ദാറ്റ് 10 ക്യൂബ് into 6.023 into 10 to the power of 23, that division by 235. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെർ ഫിഷൻ നടക്കുന്ന സമയത്ത് അവിടെ റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടലായിട്ട് ഇത്രയും കേസസ് നടക്കുന്ന സമയത്ത് എന്തുമാത്രം എനർജിയാണ് റിലീസ് ചെയ്യുന്നത്? സോ നമ്മളിവിടെ ഇവനെ 235 രൂപത്തിൽ എഴുതിയാൽ ഇത് 10 സ്ക്വയർ ആയി മാറും അല്ലേ. 235 into 10 സ്ക്വയർ into അവഗാഡ്രോ നമ്പർ into 10 to the power of 23 into the division by പെർ ഫിഷനിൽ നമുക്ക് 200 ആണ്. അപ്പോൾ ഇത്രയും ഫിഷനിലുള്ള നമുക്ക് എന്തുമാത്രം എനർജിയാണ്? ദ ഡിവിഷൻ ബൈ 235. So you can just easily find the value of E1 by E2. We get the value as exactly 260 division by 200, that is equal to 13 by 10. So we get the answer as a C choice. ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അതിൽ നിന്ന് ഉള്ള കോൺസെപ്റ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. then only you can solve it. ഇതിൻ്റെ പകുതി ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണെന്നുള്ള കാര്യം ഓർക്കുക. The half-life of TC is 6 hours. If a 12 milligram of a TC is injected to a patient, after 24 hours, how much TC will be left in the patient's body? അപ്പോൾ റേഡിയോആക്ടിവിറ്റി കൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ we know that N is equal to N0, or we can say the ratio N is equal to N0 times 1/2 raised to N. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ആഫ്റ്റർ n half lives.
here n0 is nothing but equal to the original number of atoms. അപ്പോൾ ഇവിടെ സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ഡിവിഷൻ ബൈ ദാറ്റ് ഹാഫ് ലൈഫ് എന്നാണ് മീനിങ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 24 hours ആണ്. അപ്പോൾ ടി ഹാഫ് എന്ന് പറയുന്നത് 6 hours ആണ്. അപ്പോൾ എന്തായിട്ട് നമുക്ക് കിട്ടി? 4 ആയിട്ട് കിട്ടി. സോ വി ക്യാൻ റൈറ്റ് ഈസിലി ആസ് n ബൈ n0 എന്ന് പറയുന്നത് 1/2 റൈസ് ടു n ആയിട്ട് നമുക്ക് മാറും. ദാറ്റ് മീൻസ് we can write it to be is equal to 1/2 raised to n. n എന്ന് പറയുന്നത് 4 ആണ്. So that is a very important one. So n is equal to n0 into 1/2 raised to 4. n0 എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പർ, ഇനിഷ്യൽ നമ്പർ എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത് 12 mg ആണ്. So 12 mg division by 2 raised to 4 as a 16. That is equal to 3/4 mg. So we get the answer as a 0.75 milligram. So we get the answer as that B choice. We can move with the question number 6. For atoms, which of the following statement is correct? അവിടുത്തെ ചോയ്സസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ heavier nuclei have more neutrons than protons. Heavier nuclei have equal number of protons and neutrons. Lighter nuclei have more neutrons than protons. Lighter nuclei have less number of neutrons than protons. For heavier nuclei, atomic mass varies as a square of atomic number. നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റെബിലിറ്റി ഓഫ് ദ ന്യൂക്ലിയസ് ആണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ദേ. അപ്പോൾ നമ്മുടെ ഹെവിയർ ന്യൂക്ലിയൈ ആകുന്ന സമയത്ത് അവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസുകൾ കൂടിപ്പോയാൽ സ്വാഭാവികപരമായിട്ടും സ്റ്റെബിലിറ്റി അത് ബാധിക്കുന്ന കേസാണ്. കാരണം പ്രോട്ടോൺസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് റിപ്പൾസീവ് ആണ്. അത് റെഡ്യൂസ് ചെയ്ത് സ്റ്റെബിലിറ്റി ഉണ്ടാക്കണമെങ്കിൽ മോർ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അവിടെ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് തന്നെ എ ഈസ് സെറ്റ് ടു ബി ദ കറക്റ്റ് ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 7. Which of the following statement is not a property of a nuclear force? And keep in mind, it is confined inside the nuclear size. That is a very important one. So it is a long range force ആണ് ഒരു wrong concept ആയിട്ട് എടുക്കേണ്ടത്. We can move with the question number 8. Which of the following elements you need to remove to form an isotone family? എന്താണ് ഐസോട്ടോൺ ഫാമിലി എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ അത് ആ ഫാമിലിയുടെ മെമ്പേഴ്സിൻ്റെ പ്രത്യേകത സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഏതിലാണ് ന്യൂട്രോൺസ് അല്ലാത്തത്? നമുക്കറിയാം അവിടുത്തെ ഇത് നമ്മുടെ ആറ്റമിക് നമ്പറാണ്. ആ ആറ്റമിക് നമ്പറിന് തുല്യമായിരിക്കും അവിടുത്തെ ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോണിനും, അല്ലെ? അപ്പൊ സ്വാഭാവികപരമായിട്ടും നമുക്ക് ഓരോന്നിലുമുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുവാൻ അവിടുത്തെ ആറ്റമിക് നമ്പർ മൈനസ് നമ്മുടെ മാസ് നമ്പർ മൈനസ് ആറ്റമിക് നമ്പർ എടുത്താൽ പോരെ. സോ 16 മൈനസ് 8 നമ്മുടെ ഫസ്റ്റ് ചോയ്സിൽ എടുക്കുമ്പോൾ 16 മൈനസ് 8 എന്ന് പറയുന്നത് നമുക്ക് 8 എന്ന് കിട്ടി. രണ്ടാമത്തെ ചോയ്സ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നൈട്രജന് കറസ്പോണ്ടിങ് ആയിട്ട് 15 മൈനസ് 7 ആണ്, അവിടെയും നമുക്ക് 8 എന്ന് കിട്ടി. മൂന്നാമത്തെ ചോയ്സ് കാർബൺ ആണ്. സോ 14 മൈനസ് 6 ആണ്, നമുക്ക് 8 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത ചോയ്സ് എന്ന് പറയുന്നത് ഡി ആണ്, അലുമിനിയം ആണ്. 27 മൈനസ് 13 നമ്മൾ എടുക്കുമ്പോൾ 14 ആണ് നമുക്ക് കിട്ടുക. ഫ്ലൂറിൻ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഈ ചോയ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 17 മൈനസ് 9 ആണ്, നമുക്ക് അവിടെയും 8 എന്നാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ റിമൂവ് ചെയ്യേണ്ട എലിമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ അലുമിനിയം ആയിരിക്കും. സോ ഡി ചോയ്സസ് ദി ആൻസർ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ഫുൾ ഐസോട്ടോൺ ഫാമിലി. So we can move with the question number 9. A 2 mega electron volt neutron is emitted in a fission reactor. It loses half of its kinetic energy in each collision with a moderator atom. How many collisions must it undergo to achieve thermal energy of 0.039 electron volt? അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഓരോ കൊളിഷൻ ബേസ് ചെയ്തിട്ട് അവൻ്റെ എനർജി ഡിവൈഡഡ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ, ഹാഫായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ
2 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, അടുത്ത കൊളിഷൻ നടക്കുമ്പോൾ അത് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് മാറുന്നു. Then 1/2 it becomes a 0.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, അത് കഴിഞ്ഞിട്ട് അത് 0.25 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് മാറുന്നു. അങ്ങനെ വന്നു ചേരേണ്ടത് 0.039 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കൊളിഷൻസ് ആണ് നടക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഉറപ്പായിട്ടും ഇതിനെ നമുക്കൊരു ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഫസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത് 2 മെഗാ ഇലക്ട്രോൺ വോൾട്ടും റെക്കറിംഗ് ടേം ആണെന്ന് പറയുന്നത് 1/2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ we can easily find the nth term. So that is equal to a into r raised to n minus 1. അപ്പോൾ nth ടേം ആണ് നമുക്ക് ഇവിടെ 0.039 എന്ന് നമ്മളോട് പറയാം. That is equal to 2 into 10 to the power of 6 that much electron volt into recurring term 1/2 raised to n minus 1. So if you just take the value, ഇത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സോൾവ് ചെയ്താൽ 1.95 into 10 to the power of -8 that is equal to 1/2 raised to n minus 1. രണ്ട് സൈഡിലും നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്താൽ we get the value as n minus 1, that log 1/2 is equal to log 1.95 into 10 to the power of -8. So on solving we get the value as n is equal to approximately 26 collisions. So that is a very important question. We can move with the question number 10. A decay chain of nucleus uranium 92-238 involves 8 alpha decay and 6 beta decays. The final nucleus at the end process will be. അപ്പോൾ നമ്മളത് വളരെ വ്യക്തതയോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ലുക്ക് 8 ആൽഫ ഡികെ ആണ് ആദ്യത്തെ കേസിലെ 8 ആൽഫ ഡികെ ആണ് ഫസ്റ്റ് കേസ് എന്ന് പറയാം. ഓരോ ആൽഫ ഡികെയിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഓർക്കുക. നമുക്കറിയാം ആറ്റമിക് മാസ് നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ ആൽഫ പോകുമ്പോഴും 4 വ്യത്യാസം വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 8 എണ്ണം മൂവ് ചെയ്യുമ്പോൾ 8 into 4. So atomic number should be reduced by 32. Sorry, mass number. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആറ്റമിക് നമ്പറിന് എന്ത് വ്യത്യാസം വരും? ആൽഫ ഡികെ കാരണം അവന് 2 യൂണിറ്റ് ആണ് വ്യത്യാസപ്പെടുക അല്ലേ? സോ 8 into 2. സോ നമുക്ക് ആറ്റമിക് നമ്പർ ഈസ് റെഡ്യൂസ്ഡ് ബൈ 60. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. ഇനി അടുത്ത് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ 6 ബീറ്റ ഡീക്കേസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓരോ ബീറ്റ മൈനസ് ഡീക്കെ സംഭവിക്കുമ്പോഴും മാസ് നമ്പർ റിമൈൻസ് ദ സെയിം, പക്ഷേ ആറ്റമിക് നമ്പർ ഈസ് ഇൻക്രീസസ് ബൈ 1. അപ്പം അവരുടെ ഇസറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 6 ആഡപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നെറ്റ് എഫക്റ്റിൽ നമുക്ക് മാസ് നമ്പറിന് എന്ത് വ്യത്യാസം വരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ 238 അതിലൊന്ന് 32 ഡിക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി 206. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആറ്റമിക് നമ്പർ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇസഡ് ഡാഷ് എന്തായിട്ട് മാറും? നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആൽഫ ഡികെ കാരണം 16 കുറഞ്ഞു. ദാറ്റ് മീൻസ് 92 മൈനസ് 16 ആണ്. പക്ഷേ ബീറ്റ ഡികെ കാരണം 6 കൂടിയാണ്. സോ എഫക്റ്റീവ് വാല്യൂ 82 ആയിട്ട് മാറി. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ഡി ചോയ്സ്. സോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്പർ 11. Which of the following particle when bombarded on copper 65 will turn into copper 66? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും കോപ്പറായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആറ്റമിക് നമ്പർ റിമൈൻസ് സെയിം എന്നുള്ള കൺസെപ്റ്റ്
നമ്മൾ കൺസിഡർ ചെയ്യുക. സോ അറ്റോമിക് നമ്പറിന് ദർ ഈസ് നോ ചേഞ്ചസ്, ആ ഒരു ആസ്പെക്ട്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ബോംബാർഡ് ചെയ്താൽ മാത്രമേ ഇവൻ്റെ മാസ് നമ്പർ ഒന്ന് കൂടുകയുള്ളൂ? പക്ഷേ അതൊരിക്കലും ആറ്റമിക് നമ്പറിനെ അഫക്റ്റ് ചെയ്യുവാൻ പാടില്ല. ആറ്റമിക് നമ്പറിനെ അഫക്റ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും വി ക്യാൻ ടേക്ക് ബി എസ് ദി ആൻസർ. സോ ന്യൂട്രോൺ ആയിരിക്കും നമുക്ക് ബോംബാർഡ് ചെയ്യേണ്ടി വരുന്നത്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 12. CO minus ion making with the kinetic energy, moving with the kinetic energy of 20 kilon electron volt, dissociate into O minus and carbon which move along the parent ion direction. Assuming no energy is released during dissociation, the kinetic energy of the daughters are related as. So നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോ എനർജി ഈസ് റിലീസ്ഡ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഓരോ കമ്പോണൻറ്റിൻ്റെ കയ്യിലും റെസ്പെക്റ്റീവ് എനർജീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ലൈറ്റർ പാർട്ടിക്കിൾ ഉറപ്പായിട്ടും ക്യാരീസ് മോർ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെ വരുമ്പോൾ ദ കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/mass. So KO by K carbon is equal to, we can say, the molar mass of carbon, the division by that molar mass of oxygen. So that is equal to 12/16. So we get the choices, the C choice. We can move with the question number 13. 8 gram of copper 66 undergoes radioactive decay and after 15 minutes only 1 gram remains. The half-life in minutes is then. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഉപയോഗിക്കേണ്ടത് m is equal to m0 into e raised to minus lambda t. So we can write as m by m0 that is equal to e raised to minus lambda t. ഇതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ m0 by m എന്ന് പറയുന്നത് e raised to lambda t ആയിട്ട് എടുക്കുക. സോ നമ്മൾ ലോഗരിതം ഉപയോഗിക്കുകയാണെങ്കിൽ ln m0 by m എന്ന് പറയുന്നത് that is equal to lambda into t. That is a very important one. അപ്പോൾ lambda into t എന്ന് പറയുന്നത് ln m0 by m. m0 by n എത്രയായിട്ടാണ് ഇവിടെ പറയുന്നത്? m0 is 8, that m is 1, 8/1. So lambda equal to ln 8, that division by that t. See, ln 8 by t. അപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 15 minutes. So how we can relate that lambda with that half life? We know that is ln 2 division by t half. So based on that, t half is equal to 15 ln 2 that division by ln 8. So we can say A as the answer. അപ്പോൾ ഈ റിലേഷൻസ് തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. So we can move with the question number 14. For a light nuclei, which of the following relation between atomic number and mass number is valid? സാധാരണ ലൈറ്റ് ന്യൂക്ലിയായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ന്യൂട്രോണും ഈക്വൽ ആണ്. അവിടുത്തെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് n+p ആണെന്ന് നമുക്കറിയാമല്ലോ. അവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത് n+p ആണെന്നറിയാമല്ലോ. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2p ആയിട്ട് നമുക്ക് എഴുതാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആറ്റമിക് നമ്പറായിട്ട് നമുക്ക് എഴുതാം. സ്വാഭാവികപരമായിട്ടും z എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? a/2. That means C is the answer. So dear students, so നമ്മൾ 2014 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. 2014 ബാക്കി വരുന്ന ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. So try to
do more questions from especially the second volume of second year. ഏറ്റവും ഉറപ്പിക്കുന്ന 100% നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യുന്ന ഏരിയ ആണ് എന്നുള്ള കാര്യം മറക്കരുത്. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.